Electrostatics chapter last segment ആണ് applications of Gauss's law. Before we start, let us take a small recap. എന്തായിരുന്നു Gauss's law എന്ന് പറഞ്ഞാൽ? Gauss's law dealt with flux through a closed surface. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? Flux phi is equal to q by epsilon 0. എന്തായിരുന്നു phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Integral E dot ds ആണ് ഫ്ലക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു q by epsilon 0. ഇത് രണ്ടും ഓർമ്മയുണ്ടായിക്കോട്ടെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ, ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് വയർ. ഒരു 1 ഡൈമെൻഷണൽ ആണ് ഒരു വയർ, സ്ട്രെയിറ്റ് വയർ. ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എൻഡ് ഇഫക്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു വയർ, ദിസ് ഇസ് എ ചാർജ്ഡ് വയർ, ഇപ്പോൾ കൺസിഡർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് വിചാരിക്കും. ഈ വയർ കാരണം സപ്പോസ് P is at a distance, P is a point which is at a distance R from this wire. ഈ വയർ കാരണം പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാന്ന് വിചാരിക്കും. അപ്പോൾ വ്യത്യാസം വരില്ലേ? കാരണം നമ്മൾ വയറിന്റെ എൻഡിനോട് ചേർന്നിട്ടുള്ള ഒരു പോയിന്റിനെ നോക്കിയാൽ അതിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഫീൽഡൊക്കെ ഈ ഭാഗത്തു നിന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെയാണ് ഒരു പോയിന്റ് നോക്കണേ വെച്ചാൽ ഫീൽഡൊക്കെ ഇതിന്റെ മുകളിൽ നിന്നാണ് വരുന്നത്. വേറസ് നടുവിൽ ഒരു പോയിന്റ് നോക്കുമ്പോൾ 2 സൈഡിലേക്കും ആ ഫീൽഡിന്റെ ഇഫക്റ്റുകൾ കാണാം, അല്ലേ? അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വേർ ദ പോയിന്റ് പി is situated, അത് എൻഡിനോട് ചേർന്നിട്ട് ലൊക്കേറ്റഡ് ആണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിനെ നമ്മൾ എൻഡ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. തൽക്കാലം വി വോണ്ട് ടു ഇഗ്നോർ ദി എൻഡ് ഇഫക്റ്റ്. എൻഡ് ഇഫക്റ്റുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കണം. എൻഡ് ഇഫക്റ്റ് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? എൻഡ് ഉണ്ടാവരുത്. സോ വി കൺസിഡർ ദാറ്റ് ദ വയർ ഇസ് ഇൻഫിനിറ്റ്ലി ലോങ്. ഓക്കെ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ലെറ്റ് us go into the direct derivation. നമുക്ക് വേണ്ടത് എന്താ? നേരത്തെ പറഞ്ഞ മാതിരി we have a wire, long straight wire, യൂണിഫോംലി ചാർജ്ഡ് ആണ്. അപ്പൊ ലെങ്ത് അറിയാത്ത കാരണം കൊണ്ട് ടോട്ടൽ ചാർജ് നമ്മൾക്ക് അറിയില്ല. ലെങ്ത് ഇൻഫിനിറ്റ്ലി ലോങ് അല്ലേ, വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ ലെങ്ത്. അപ്പൊ ചാർജ്, ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ലാംഡ എന്നെടുക്കുന്നു. ലാംഡ, ലെറ്റ് ദ ചാർജ് ഓൺ ദ വയർ, അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി ഓൺ ദ വയർ നമ്മൾ പഠിച്ചല്ലോ. ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ. അപ്പോൾ ലാംഡ ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു വയർ. ലെറ്റ് പി ബി എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ വയർ. നമുക്ക് വേണ്ടത് ഈ വയർ കാരണം പിയിലുള്ള ചാർജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. വി ആർ ഗോയിങ് ടു യൂസ് Gauss's law. Gauss's law deals with charges enclosed within a closed surface. ഇവിടെ ക്ലോസ്ഡ് സർഫസ് ഒന്നും ഇല്ലല്ലോ, ആകെ ഒരു വയർ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് നോട്ട് എ ക്ലോസ്ഡ് സർഫസ്. In order to apply Gauss's law, we assume a closed surface. അതിനെയാണ് നമ്മൾ Gaussian surface എന്ന് പറയാം. That is called as a Gaussian surface. നമ്മൾ അസ്യൂം ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള ഷേപ്പും സൈസും ഒക്കെ എടുക്കാം. Here we are going to assume a cylindrical Gaussian surface passing through P. എന്ന് വെച്ചാൽ നമ്മുടെ Gaussian surface ഇങ്ങനെയായിരിക്കും. വയറിനെ സെന്റർ ആക്കി നിർത്താം. ആ റേഡിയസിലുള്ള ഒരു സിലിണ്ടർ ആണ്. Let the height of the cylinder be L. Right. ഇനി നമുക്ക് ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ കാണാം. നമ്മൾ Gauss's law പഠിക്കുമ്പോൾ പലതവണ കണ്ടു. ഇവിടെ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയല്ലേ, ആ വയറിൽ നിന്ന് റേഡിയൽ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും പോകും. Now let us consider the circular surface. സർക്കുലർ ഫേസ് നോക്കൂ. ഏരിയ വെക്റ്റർ മുകളിലേക്കായിരിക്കും. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇസ്
ഇപ്പൊ ഈ ആരോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് അല്ലെ, അലോങ് ദ സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് അലോങ് ദ സർഫസ്, ഏരിയ വെക്ടർ ഇസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അപ്പൊ നമ്മൾ ഫ്ലക്സ് കണക്കാക്കുമ്പോൾ ഇ ഡി എസ് കോസ് 90 എന്ന് വരും. അപ്പൊ കോസ് 90 0 ആണ്, അതുകൊണ്ട് ഫ്ലക്സ് ഉണ്ടാവില്ല. അപ്പൊ സർക്കുലർ ഫേസ് രണ്ടിലും ദർ വിൽ ബി നോ ഫ്ലക്സ്. എവിടെ മാത്രമേ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ? കേർവ്ഡ് സർഫസിൽ മാത്രമാണ് ഫ്ലക്സ് ഉണ്ടാവുക. കേർവ്ഡ് സർഫസിൽ ഏരിയ വെക്ടറും ഇങ്ങനെയായിരിക്കും, അതിനോട് പാരലൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡും വരിക. സോ ഇൻ ദിസ് കേസ് യു വിൽ ഹാവ് തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ യു കൺസിഡർ ഓൺലി the flux through the curved surface of the cylinder in this particular case. Now, ഇതാണ് നമ്മളുടെ പടം. ഇനി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇനിയിപ്പോ ഓരോ തവണയും കോസ് തീറ്റ ഒന്നും എടുക്കണ്ട. കോസ് തീറ്റ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്ന് എടുത്താൽ മതി. ഓരോ പ്രാവശ്യവും അത്രയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ. ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ആണ്. 2πRH എന്നാണ് ഫോർമുല. സിലിണ്ടറിന്റെ CSA എന്ന് പറഞ്ഞ് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. കേർവ്ഡ് സർഫസ് ഓഫ് ദി ഏരിയ ഓഫ് ദി സിലിണ്ടർ ഇസ് ഈക്വൽ ടു 2πRH. ഇവിടെ Hന് പകരം നമുക്ക് ലെങ്ത് ആണുള്ളത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു 2πRL, അതാണ് ഫ്ലക്സ്. According to Gauss's law, flux is equal to Q by epsilon 0. അപ്പോൾ we substitute. E into 2πRL is equal to Q by epsilon 0. ഇനി നോക്കൂ, നമ്മൾ Q നമുക്ക് അറിയില്ല, പക്ഷെ ലാംഡ ഈക്വൽ ടു Q by L ആണ്. സോ Q will be equal to L into ലാംഡ. ഇവിടെ E into 2πRL is equal to Q by epsilon 0 പകരം L ലാംഡ by epsilon 0 എന്ന് കൊടുക്കുന്നു. L and L ക്യാൻസൽ ആവുന്നു. 2πR അടിയിലേക്ക് കൊണ്ടുപോവാം. E is equal to lambda by 2πR epsilon 0. This is the expression for electric field due to a long straight wire. അടുത്തത് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ്. നേരത്തെ പോലെ തന്നെ ഇൻഫിനിറ്റ് ആണ്, യൂണിഫോംലി ചാർജ്ഡ് ആണ്, അതൊക്കെ എല്ലാത്തിനും. ഒരു പ്ലെയിൻ ഷീറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വരച്ചു നോക്കാം. പ്ലെയിൻ ഷീറ്റിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇവിടെ നിന്ന് R ദൂരത്തിലുള്ള ഒരു പോയിന്റ് ആണ് P. ഈ ഷീറ്റ് സപ്പോസ് ദിസ് ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, യൂണിഫോംലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആ ഷീറ്റ് കാരണം പിയിലുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഗോഷ്യൻ സർഫസ് ആയിട്ട് എടുക്കുന്നത് ഒരു ലോങ് ക്യൂബോയിഡ് ആണ്, വെരി ലോങ് ക്യൂബോയിഡ്. ക്യൂബോയിഡൽ ഗോഷ്യൻ സർഫസ് ആണ് എടുക്കാൻ പോകുന്നത്. ആ ക്യൂബിന്റെ ഒരു ഫേസിലായിരിക്കും പി. ആ ക്യൂബോയിഡ് ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നുപോയി അപ്പുറത്തെ സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഫേസ് ഉണ്ടാവും. അതായത് ക്യൂബോയിഡ് വിൽ ബി പാസിംഗ് ത്രൂ ദ സർഫസ്. നമ്മുടെ പ്ലെയിൻ സർഫസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു ക്യൂബോയിഡ് ആണ്. ഒരു സൈഡ് ക്യൂബോയിഡിന്റെ ഒരു ഫേസ് റൈറ്റ് സൈഡിലായിരിക്കും, ഒരു ഫേസ് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ, ഓൺ ദ റൈറ്റ് സൈഡ് ഫേസ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, ഏരിയ വെക്ടറും ഇങ്ങോട്ടാണ്. ലെഫ്റ്റ് സൈഡ് ഫേസിൽ ഇലക്ട്രിക് ഫീൽഡും ഇങ്ങോട്ടാണ്, ഏരിയ വെക്ടറും ഇങ്ങോട്ടാണ്. ഇപ്പൊ നമുക്ക് അറിയാലോ ഫ്ലക്സ് തീറ്റ ഈക്വൽ ടു 0. ബാക്കി 4 സർഫസിനെ സംബന്ധിച്ചും തീറ്റ 90 ആണ്, അവിടെ ഒന്നും ഫ്ലക്സ് ഇല്ല. സോ ഓൺലി 2 sides you will have the, only on 2 faces you have the flux. രണ്ടും E into A ആണ്. So flux, total flux phi is equal to EA plus EA, that is equal to 2A. ഞാൻ പറഞ്ഞല്ലോ തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്നുള്ള ഫോർമുല തന്നെ എടുക്കണ്ടു. ഇന്റഗ്രേഷൻ ഒന്നും ചെയ്യണ്ട. സിംപ്ലി ടേക്ക് ഫ്ലക്സ് ആസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇനി ഗോസസ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് പടം. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 2 into E into A ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു Q by epsilon 0. നമ്മൾ Q നമുക്കറിയില്ല, ഇൻഫിനിറ്റ്ലി ലാർജ് ആയതുകൊണ്ട് നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q by A ആണ്.
അപ്പോൾ Q is equal to sigma A substitute ചെയ്തു. A cancelled out. Electric field is equal to sigma by 2 epsilon 0. N cap എന്ന് കാണിക്കാൻ കാരണം അത് perpendicular direction. N cap always shows a normal. ആ perpendicular direction ആണെന്ന് കാണിക്കാനാണ് N cap കൊടുത്തിരിക്കുന്നത്. And very significantly, electric field in the expression depends only on sigma. It does not depend on our distance of the point P from the sheet. Adine depend cheyunne illa. This you have to note. Right. And the final application, electric field due to a charged spherical shell. Appo nokkam. നമുക്കൊരു ഷെൽ ഉണ്ട്. ക്യാപിറ്റൽ R is the radius of the shell എന്ന് വിചാരിക്കാം. Now we consider a point P which is at a distance small r. Small r വലുതാണ് കേട്ടോ. P പുറത്താണ്. So small r is greater than capital R. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് it is at a distance small r from the center of the sphere. നമുക്ക് Gaussian surface വേണം. So consider a spherical Gaussian surface consider which is passing through the point P. നോക്കൂ electric field അപ്പോൾ ഇതാണ് charged sphere ഇതാണല്ലോ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒബ്വിയസ്ലി ഇങ്ങനെ പെർപെൻഡിക്കുലർ റേഡിയൽ ആയിട്ടായിരിക്കും പോവുക. ഏരിയ വെക്ടറും റേഡിയൽ തന്നെയാണ്. അഗൈൻ നേരത്തെ ചെയ്ത മാതിരി തീറ്റ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഫ്ലക്സിനെ നമ്മൾ വെറുതെ E into A എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. Q എന്നുള്ളതിനും കൂടെ നമ്മളൊരു എക്സ്പ്രഷൻ കാണുകയാണ്. ചാർജ് ഓൺ ദ സ്ഫിയർ, നമ്മൾ ഈ സ്ഫിയറിന് കൊടുക്കുന്ന ടോട്ടൽ ചാർജ് Q ആണെന്ന് വിചാരിക്കൂ. ഒറിജിനൽ നമ്മുടെ ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള സ്ഫിയറിന് നമ്മൾ കൊടുത്തിട്ടുള്ള ചാർജ് സ്മോൾ q ആണെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ Q/A ആണ്. or Q is equal to sigma A. ഏരിയ എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ ചാർജ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇന്നർ സ്ഫിയറിനാണ് നമ്മൾ ചാർജ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഏരിയ 4πR² ആണ്. സോ യു ഹാവ് ചാർജ് ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4πR². അതവിടെ കണ്ടുപിടിച്ചു വെച്ചു. എന്നിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യണത് കൺസിഡർ എ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ്. ആ ഗോഷ്യൻ സർഫസിൽ ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് ഇസ് ഗിവൺ ബൈ E into A. പിന്നെ എന്ത് ചെയ്താൽ മതി? ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് E into A ആണ്. E into A എന്ന് പറഞ്ഞാൽ 4πR². ഇവിടെ നമ്മൾ എടുക്കുന്നത് ഗോഷ്യൻ സർഫസിന്റെ സർഫസ് ഏരിയ ആണ്. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് ഇൻറ്റു ഏരിയ ഓഫ് ദ ഗോഷ്യൻ സർഫസ് ഈക്വൽ ടു Q/ε0. റൈറ്റ്? 4πR² അടിയിലേക്ക് എടുത്തു. E is equal to Q/4πε0 R². Please note something. ഇവിടെ ഇതൊരു സ്ഫെറിക്കൽ സർഫസ് ആണ് അല്ലെ? ഇറ്റ് ഹാഡ് എ റേഡിയസ് ക്യാപിറ്റൽ R. അത് എത്രയോ ആയിക്കോട്ടെ. നമ്മൾ ഇതിന് കൊടുത്ത ചാർജ് Q ആണ്. ദാറ്റ് ചാർജ് Q is spread over this entire surface. നമ്മൾ കൊടുത്ത ചാർജ് എൻറ്റയർ സർഫസിൽ സ്പ്രെഡ് ഔട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് R ദൂരത്തിലുള്ള ഒരു പോയിന്റ് ആണ് P. സെന്ററിൽ നിന്ന് R ദൂരത്തിലുള്ള പോയിന്റ് ആണ് P. ആ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നോക്കൂ. Q/4πε0 R². എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ? തുടക്കത്തില് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലെ, ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു Q എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് R ദൂരത്തിലുള്ള ഒരു പോയിന്റ് ആണ് P. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു Q is given by Q/4πε0 R². സെയിം എക്സ്പ്രഷൻ അല്ലേ ഇവിടെ കിട്ടിയത്? എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഫെറിക്കൽ സർഫസിന് നമ്മളൊരു ചാർജ് കൊടുത്താൽ ഇറ്റ് ഈസ് ആസ് ഇഫ് ദി എൻറ്റയർ ചാർജ് ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെന്റർ. മനസ്സിലായി? ചാർജ് ശരിക്കും ഇറ്റ് ഇസ് സ്പ്രെഡ് ഔട്ട് ഓവർ ദി എൻറ്റയർ സ്ഫിയർ. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട്സ് ഇൻ സച്ച് എ വേ ആസ് ഇഫ് ദി എൻറ്റയർ ചാർജ് ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെന്റർ ഓഫ് ദ സ്ഫിയർ. ഇതും നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒരു ഇൻപുട്ട് ആണ്. സോ പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ് ഓൾസോ. നൗ മൂവിങ് ഓൺ.
നമുക്ക് ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ക്യൂ ബൈ 4πε0 r സ്ക്വയർ, ക്യൂക്ക് പകരം നമ്മൾ സിഗ്മ ഇൻറ്റു 4πr² കൊടുത്തു. 4π ക്യാൻസൽ ആയി. സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ സിഗ്മ ബൈ ε0 ഇൻറ്റു ക്യാപിറ്റൽ R സ്ക്വയർ ബൈ സ്മോൾ r സ്ക്വയർ. This is the field at a point outside the sphere. So what about the point on the surface of the sphere? ഇപ്പം ഇതാണ് സ്ഫിയർ, ക്യാപിറ്റൽ ആർ റേഡിയസ്, അവിടെ തന്നെയാണ് പോയിന്റ് എന്ന് വിചാരിക്കൂ. അപ്പൊ വി ക്യാൻ സേ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സ്മോൾ ആർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ ε0. ആൻഡ് ഫൈനലി വാട്ട് അബൌട്ട് എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ? ഇൻസൈഡ് ദ സ്ഫിയർ വരുമ്പോ എങ്ങനെ വരും? ദിസ് ഇസ് അവർ സ്ഫിയർ. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നൗ കൺസിഡർ എ പോയിന്റ് Q which is inside the sphere. Let small r be the distance of Q. അപ്പോൾ ഈ ദൂരം സ്മോൾ ആർ ആണെന്ന് വിചാരിക്കൂ. ഗോഷ്യൻ സർഫസ് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത് അല്ലേ? ഇവിടെ എന്താണ് ഒരു പ്രശ്നം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഈക്വൽ ടു Q ബൈ ε0. ഇതാണല്ലോ നമ്മുടെ ഗോസസ് ലോ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഗോഷ്യൻ സർഫസ് ആണ്. പക്ഷെ ഇവിടെ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ ചാർജ് ഒന്നുമില്ല. കൊടുത്തിരിക്കുന്ന ചാർജ് മുഴുവനും പുറത്താണ് അല്ലേ? കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് ചാർജ് മുഴുവനും ഔട്ട്സൈഡ് ദ ഗോഷ്യൻ സർഫസ് ആണ്. അപ്പൊ ഇൻസൈഡ് ദ ഗോഷ്യൻ സർഫസ് ചാർജ് ഇസ് ഈക്വൽ ടു 0. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾസോ ഈക്വൽ ടു 0. സോ ഇൻസൈഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0. അപ്പൊ ഇത്രയേ ഉള്ളൂ 3 ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ: സ്ട്രേറ്റ് വയർ, പ്ലെയിൻ ഷീറ്റ് ആൻഡ് ഫൈനലി സ്ഫിയർ. സ്ഫിയറിലാവുമ്പോൾ 3 കേസ് ഉണ്ട്: ഫോർ എ പോയിന്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ, ഫോർ എ പോയിന്റ് ഓൺ ദ സ്ഫിയർ ആൻഡ് ഫോർ എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ. ഈ ലാസ്റ്റ് ഡിറൈവ് ചെയ്തെടുത്ത ആ ഒരു പോയിന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എനി ക്ലോസ്ഡ് സർഫസ്, ഹോളോ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇനി വീണ്ടും അടുത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കും. സോ പ്ലീസ് റിമെമ്പർ, ഇൻസൈഡ് എനി ഹോളോ കണ്ടക്ടർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0. ഒരു 3-4 പ്രോബ്ലംസും കൂടിയാണുള്ളത്, which we will see in the next video. Thank you.